ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെ, ഈ ലോകത്തിൽ ഏതൊരു വസ്തു എടുത്താലും അതിൻ്റെ പിന്നിൽ ഒരു നിർമ്മാതാവുണ്ട്. വിശ്വസിക്കുന്നോ? സിസ്റ്ററിൻ്റെ ആശയത്തോടൊപ്പം ചേരുന്നുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ ഒരു പേന എടുത്താലോ, പേനയ്ക്ക് പിന്നിൽ ഒരു കമ്പനിയുണ്ട്, നിർമ്മാതാവുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ബോട്ടിലൊക്കെ അടച്ചു വരുന്ന വെള്ളം എടുത്താലും അതിൻ്റെ പിന്നിൽ ഒരു കമ്പനിയുണ്ട്, നിർമ്മാതാവുണ്ട്. അത് പേനയാകട്ടെ, പുസ്തകമാകട്ടെ, ഡ്രസ്സാകട്ടെ, വാഹനമാകട്ടെ, വീട് നിർമ്മിക്കുന്നതാകട്ടെ, ഏതെടുത്താലും അതിൻ്റെ പിന്നിൽ ഒരു നിർമ്മാതാവുണ്ടാവും. മാത്രമല്ല, ആ നിർമ്മാതാവിന് ആ സാധനത്തെ പറ്റി, ആ വസ്തുവിനെ പറ്റി ക്ലിയർ കട്ട് ധാരണയുണ്ടാവും, അല്ലേ? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഫോർ എക്സാമ്പിൾ, പേന ഉണ്ടാക്കുന്ന ആ കമ്പനിക്ക് കൃത്യമായിട്ട് അറിയാം അത് ഏത് ഇങ്ക്, ഏത് മഷി ഇടണം, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എത്ര സമയം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇങ്ക് തീരുന്നതനുസരിച്ച് നിബ്ബിൽ എന്താണ് സംഭവം എഴുതുമ്പോൾ വരില്ല, ക്ലിയറായിട്ട് അറിയാൻ പറ്റില്ലേ? അപ്പോൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും കൃത്യം അവർക്ക് ലക്ഷ്യമുണ്ട്. ആ പ്രോഡക്റ്റിന് അറിയില്ലെങ്കിലും നിർമ്മിച്ച വസ്തുവിന് അതിനെപ്പറ്റി, അതിൻ്റെ ലക്ഷ്യം അതിനെപ്പറ്റി വലുതായിട്ടൊന്ന് പിടുത്തമില്ലെങ്കിലും പൊന്നുമക്കളെ, എന്താണ് ഇത് ഉണ്ടാക്കിയ കമ്പനിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അറിയാം. അങ്ങനെയെങ്കിൽ സിസ്റ്ററിൻ്റെ ഒരു ചോദ്യം, ഇത് ആരാ നിർമ്മിച്ചത്? ഇതും ആരാ? നമ്മൾ ഉണ്ടാക്കിയതാണോ, സിസ്റ്റർ ഉണ്ടാക്കിയതാണോ? സിസ്റ്ററിൻ്റെ വിരലുകൾ, സിസ്റ്ററിൻ്റെ ഹാർട്ട്, അല്ലേ? ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ മെഡുല ഒബ്ലാങ്കേറ്റ എവിടെയാ? എവിടെയോ ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എവിടെയാ? സംഭവം എവിടെയോ ഉണ്ട്. ഹാർട്ട് എപ്പോഴാണ് ഇടിച്ചു തുടങ്ങണ, ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടുമില്ല. നിങ്ങളും അങ്ങനെ ആയിരിക്കും അല്ലേ? നമ്മൾ കണ്ടിട്ടില്ല, ചിത്രത്തിലും പടത്തിലും അല്ലെ മറ്റൊരാളുടെ കണ്ടിട്ടുണ്ടോ? സ്വന്തം കാര്യം നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ തന്നെ പിടുത്തമില്ല. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും? ആരാ നിർമ്മിച്ചത്? അല്ലേ? നമുക്കൊരു ദൈവമുണ്ട്. ദൈവമാണ് നമ്മളെ സെറ്റാക്കി, ബ്യൂട്ടിഫുള്ളാക്കി, പക്കയാക്കി നമുക്ക് ദൈവം തന്നത്. ഓക്കെ, അപ്പോൾ എന്നെപ്പറ്റി പിടുത്തമില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി നല്ല പിടുത്തം കാണുമല്ലോ, അല്ലേ? ഇത് വചനത്തിൽ പറയുന്നത് എങ്ങനെയാ? കണ്ണിലെ കൃഷ്ണമണി പോലെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നു. നീർച്ചാലിന് അരികെ നട്ടിട്ടുണ്ട്. കാർമൽ മല പോലെ നീ അഭിഷേകം പ്രാപിക്കും, നീ ഉയർന്നു നിൽക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നെ അറിയുന്നതിനെക്കാട്ടിലും ക്ലിയർ ആയിട്ട് തമ്പുരാൻ അറിയാം. അപ്പോൾ ഇത് എവിടെ നിന്നോ വന്നതല്ല, യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഒരു ആക്സിഡൻറ്റും അല്ല, അല്ലേ? ചിലവർക്കൊരു ധാരണയുണ്ട്, ഞാൻ എങ്ങനെയോ ഒക്കെ വന്നതാണ്, എന്നെ ആർക്കും വേണ്ട, എനിക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട, എന്തിനോ ഏതിനോ വേണ്ടി, എന്തിനാ വെറുതെ. അങ്ങനെയൊന്നും ചിന്തിക്കരുത് മക്കളെ. നമ്മൾ ആക്സിഡൻ്റ് അല്ല, യാദൃച്ഛികമായിട്ട് പിറന്നു വീണതല്ല. നമ്മളെപ്പറ്റി ക്ലിയർ കട്ട് ഗ്രാഹ്യം നമ്മുടെ അപ്പനായ ദൈവത്തിന് ഉണ്ട്. ഇനി പ്രിയ മക്കളെ, മാതാപിതാക്കൾ ആഗ്രഹിച്ചാലും കുഞ്ഞുങ്ങൾ ജനിക്കും, അല്ലേ? മാതാപിതാക്കൾ ആഗ്രഹിച്ചു, മക്കളുണ്ടായി. മാതാപിതാക്കൾ ആഗ്രഹിച്ചില്ലെങ്കിലും മക്കൾ ജനിക്കാം. ഇനി മാതാപിതാക്കൾ വേണ്ടെന്ന് വെച്ചാലും മക്കൾ ജനിക്കാം. ഓക്കെ, ഇനി മാതാപിതാക്കൾ ആഗ്രഹിച്ചില്ലെങ്കിലും മക്കൾ ജനിക്കാം. അപ്പൊ അതിനർത്ഥം പപ്പയും അമ്മയുടെയും കൺട്രോളിലല്ല, എനിക്ക് മുകളിൽ എനിക്കൊരു സൃഷ്ടാവുണ്ട്, ഞാൻ വെറും സൃഷ്ടി മാത്രം. പിടികിട്ടിയല്ലോ? ആ ലക്ഷ്യത്തിൽ വളരുമ്പോൾ നമ്മൾ കുതിച്ചു വരും. ലക്ഷ്യമില്ലാത്ത ജീവിതം മക്കളെ ഭയാനകമാണ്. ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് ഒരർത്ഥം കാണത്തില്ല, ഭയങ്കര പേടിപ്പിക്കുന്നതായിരിക്കും ലക്ഷ്യമില്ലാത്തവരുടെ ജീവിതം കാണുമ്പോൾ. ഓക്കെ, ലക്ഷ്യം വരുമ്പോൾ സന്തോഷം വരും. ഓക്കെ, ഇനി വിചാരിക്കുക. ഓക്കെ, ഈ പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള ജീവി ഏതാ? ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടുന്ന ഒരു ജീവി ഏതായിരിക്കും? നമ്മളാണ്. മനുഷ്യർ ജനിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. മറ്റു മൃഗങ്ങൾ, ഉദാഹരണത്തിന് ആനയാകട്ടെ, ജിറാഫ് ആകട്ടെ, ഒട്ടകമാകട്ടെ, ഈ ജീവികൾ അവരുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അവർ ജില്ലായിട്ട് എഴുന്നേക്ക് നിൽക്കും, അമ്മയുടെ പാല് കുടിക്കും, നടക്കാൻ തുടങ്ങും, അവർ അത്യാവശ്യം ചെയ്യും. നമ്മളൊന്ന് നടക്കാൻ തുടങ്ങണമെങ്കിൽ എത്ര കാലം വെയിറ്റ് ചെയ്യണം? എത്ര പേര് സപ്പോർട്ട് ചെയ്യണം? ഭക്ഷണം തരാൻ ഒരാൾ വേണം, ഉറക്കാൻ ഒരാൾ വേണം, കിടക്കാൻ നല്ല സ്പേസ് വേണം. ഇനി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ആ പറച്ചിൽ പറഞ്ഞതിനും കാലം എടുക്കും, അല്ലേ?
ഒന്ന് പറയാനാണെങ്കിലോ ഒന്ന് കളിക്കാനാണെങ്കിലോ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മറ്റുള്ളവരെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കും അല്ലേ, വർഷങ്ങളെടുക്കും. ഇനി എന്താ, നമ്മൾ 18 വയസ്സാകുമ്പോഴേ സർക്കാർ അല്ലെങ്കിൽ നിയമപ്രകാരം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിലയിടുകയും നമ്മൾ പ്രായപൂർത്തിയായി എന്ന് കരുതുകയും ചെയ്യുന്നത് സമൂഹം അല്ലെങ്കിൽ നിയമപരമായി. അപ്പോൾ എന്തുമാത്രം കാലം എടുക്കും ഒരു മനുഷ്യ കുഞ്ഞ് ഒന്ന് സ്റ്റേബിൾ ആകാൻ. അപ്പോൾ ഒത്തിരി സഹായം ആവശ്യമുള്ള ഒരു ജീവിയാണ് ഈ മനുഷ്യനായ നമ്മൾ ഓരോരുത്തരും. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. എനിക്ക് മതി, ഞാൻ മതി, എന്നെ ആരും മൈൻഡ് ചെയ്യണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും, നിങ്ങളില്ലേലും ഞാൻ ജീവിച്ചോളും, നിങ്ങളില്ലേലും നമ്മൾ ഓക്കെയാണ്, നമ്മളെ കാര്യം നമ്മൾ നോക്കിക്കോളും. ഇങ്ങനത്തെ ഡയലോഗൊന്നും കേട്ടിട്ടുണ്ടാവും, പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ അടിക്കരുത്. കാരണം നമുക്കൊരു സഹായം വേണം, പരസഹായം വേണം, സമൂഹം വേണം, പപ്പയും അമ്മയും ചേച്ചിയും ചേട്ടനും ബന്ധുക്കളും ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമുക്ക് ലോകത്തിൽ വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് ഹൃദയത്തിനോട് ഒട്ടിച്ചു വെക്കേണ്ട. പലരും പല തരത്തിലാണ്. ചിലവരൊക്കെ മുറിവ് തരുന്നവരാണ്. അപ്പോൾ ഒരാം ഡിസ്റ്റൻസ് അങ്ങ് ഉപേക്ഷിക്കേണ്ട, ഒരാം ഡിസ്റ്റൻസ്. ഓക്കെ, കർത്താവിനെ എങ്ങനെയോ 1 ഡിസ്റ്റൻസിലാണോ, മൈലുകൾക്കകലാണോ? കർത്താവ് ഇങ്ങനെ ചേർത്ത് ഹൃദയത്തോടെ ഒട്ടിച്ച് ഹാർട്ട് ബീറ്റിനോടൊപ്പം ചേർന്നിരിക്കണം നമ്മുടെ ദൈവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. വിനയം ഉണ്ടായിരിക്കണം, എളിമയുണ്ടായിരിക്കണം. അത് വരുമ്പോൾ ബാക്കിയെല്ലാം ദൈവം തന്നോളും, വന്ന് ചേർന്നോളും അല്ലേ. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് പോവാം. ഓക്കെ, സിസ്റ്ററിൻ്റെ കയ്യിൽ ഇവിടെ സിസ്റ്ററിൻ്റെ ടേബിളിൽ ഗ്ലാസ് ഉണ്ട്. ഇത് ഉപ്പുണ്ട്, 1 ടീസ്പൂൺ ഉണ്ട്, 2 മുട്ടയുണ്ട്. ഒറിജിനൽ ആയിരിക്കുമോ? ഒറിജിനലാണ്, പ്ലാസ്റ്റിക് അല്ല. അല്ല, കോഴിയിട്ട മുട്ടയാണ് കേട്ടോ, കോഴിമുട്ടയുണ്ട്. പിന്നെ എന്താ, വെള്ളമുണ്ട്. നിങ്ങൾ വിചാരിക്കാം ഗ്ലാസ്. പലപ്പോഴും സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഗ്ലാസ് ഈ ലോകമാണ്. വിചാരിക്കുക, ഗ്ലാസ് ലോകം. ഓക്കെ, നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ആശയം മനസ്സിലാക്കാൻ വേണ്ടി സിസ്റ്റർ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലാസ് എന്താ, ഈ ലോകമാണ്. ഈ ലോകമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ല, നമുക്ക് ഈ ലോകം വേണം. ഇവിടെ ശ്വാസം തീരുന്നത് വരെ ഹാർട്ട് ബീറ്റ് അല്ലേ, അന്ന് അടിച്ചു തുടങ്ങിയതാണ്. വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ഒരേ ഒരു അവയവം ഹാർട്ടാണ്. ഓക്കെ, ഈ ഹാർട്ട് ബീറ്റ് നിൽക്കുമ്പോൾ, ശ്വാസം നിലയ്ക്കുമ്പോൾ അവരെന്നെ ഒരു മൊബൈൽ മോർച്ചർ വാങ്ങിക്കും, നമ്മളെ വെക്കും. മണിക്കൂർ, 1 ദിവസത്തിനുള്ളിൽ, മാക്സിമം 1, 2, 3 ദിവസം. അത് കഴിഞ്ഞാൽ അവർ തള്ളി ലോകത്തിൽ നിന്ന് പുറത്താക്കും, അവർ കുഴിച്ചു മൂടും അല്ലേ. അതോടുകൂടി തീർന്നു. നമ്മളെ തള്ളിവിടും. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും അവർ നാട് കിടത്തും നമ്മളെ. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലൊരു ലോകമുണ്ട്. ലോകം ഇത് കയ്യിൽ വീണ് പൊട്ടിയാൽ നഷ്ടമാകുന്നത് പോലെ ഏത് നിമിഷവും ഈ ലോകം നമുക്ക് നഷ്ടമാകാം. ഓക്കെ, ഇനി ഉപ്പ്. ഓക്കെ, ഈ ഉപ്പ് കാണിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥന. ഓക്കെ, ബൈബിളിൽ ഉപ്പിനെ പറ്റി എന്താ പറയുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. അങ്ങനെ ദൈവം നമ്മളെ ഉപ്പുമായിട്ട് സാമ്യപ്പെടുത്തുന്നു. ഉപ്പ് മക്കളെ വീട്ടിൽ എന്തിനൊക്കെ ഉപയോഗിക്കും? ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഉപ്പ് എന്തിനൊക്കെ ഉപയോഗിക്കും? ഭക്ഷണത്തിന് ഉപയോഗിക്കും അല്ലേ. പിന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കേടുകൂടാതിരിക്കും. പ്രത്യേകിച്ച് മീൻ, ഉണക്കമീൻ അല്ലേ, മീൻ ഉണക്കി പ്രിസർവ് ചെയ്യാൻ. അതുപോലെ മീറ്റ്, മാംസമൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മളെ വീട്ടിൽ തെങ്ങിനൊക്കെ വളം ഇടുന്നത് പോലെ നമ്മളത് പുഴുക്കൾ വന്ന് കീടം വന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപ്പ് പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണത്തിന് ഉപ്പില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, ഉപ്പ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉപ്പൊരു പ്രാർത്ഥനയാണ്. ഓക്കെ മക്കൾ, നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന ഒരു മാജിക് സ്പെല്ലല്ല അല്ലേ. സ്പെൽ നമ്മൾ പണ്ട് ചിത്രകഥയിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു മന്ത്രവാദി വന്നു, ഒരു സ്പെല്ലിട്ടു, അതെല്ലാം മാറി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വേറൊരു തരത്തിലായി അല്ലേ, ഒരു സുന്ദരിയായിട്ടുള്ള ഒരാളുണ്ടായി. അങ്ങനെ പ്രാർത്ഥന ഒരിക്കലും ഒരു മാജിക് സ്പെല്ലല്ല. ഓക്കെ, പ്രാർത്ഥന നമ്മളെ രൂപപ്പെടുത്തുന്നതാണ്, ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന ശ്വാസം പോലെ ആക്കിയ വ്യക്തിയെ ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല. ഓക്കെ, അവനൊരു ഒരു ഒരു എന്താ, നമ്മളിങ്ങനെ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവന് ദൈവം എപ്പോഴും സംരക്ഷിക്കും. അപ്പം
പ്രാർത്ഥന നമ്മളെ ശ്വാസോച്ഛ്വാസം പോലെ ആയിരിക്കണം. അതായത് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. എവിടെ പോയാലും ദൈവമേ ദൈവമേ എന്നുള്ള ഒരു വിളി ഉണ്ടെങ്കിൽ അവനെ ദൈവം ചേർത്ത് പിടിച്ചോളും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തത് കാണിക്കുന്നത്. നോക്കിക്കേ, വെള്ളം. ഓക്കെ, ലോകത്തില് നമ്മൾ നേരിടുന്ന സാധ്യതകള്, നന്മകള്, ദോഷങ്ങള്, ഗുണങ്ങള്, അങ്ങനെയെല്ലാം ചേർന്നതാണ് നമ്മുടെ ലോകം, അല്ലേ? മിക്സ്ഡ് ആണ്. വെള്ളം ഒഴിക്കുന്നു. ഇനി ഈ ലോകത്തില് നമ്മൾ ജീവിക്കണം, അല്ലേ? നമുക്ക് ലോകമില്ലാതെ പറ്റില്ലല്ലോ. നമ്മള് കണ്ടോ, ഏറ്റവും താഴെത്തട്ടിൽ പോയി എപ്പോഴും നമുക്ക് താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കാനാണോ ഇഷ്ടം, അതോ ഉയർന്ന തലത്തിൽ ജീവിക്കാനാണോ ഇഷ്ടം? മക്കൾ പറഞ്ഞേ. സാധ്യത താഴ്ന്ന നിലത്തെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇങ്ങനെയല്ലേ പോകുന്നത്, ചെറുത് താണ നിലം. ഉയർന്നെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തല മുകളിലോട്ട് പോകും, അല്ലേ? ഉയർന്ന തലത്തിൽ ജീവിക്കുക, പരുന്തിനെ പോലെ പറക്കുക, അതൊക്കെയാണ് ചിന്ത. അപ്പൊ ഈ ഗ്ലാസ് നോക്കിയ ലോകത്തില് മുട്ട എവിടെയാ പോയി കിടക്കുന്നത്? വെള്ളത്തിന്റെ അഗാധങ്ങളിൽ, അല്ലേ? അടിയിൽ പോയി കിടക്കുന്നു. ഇനി മറ്റത്, ഇവിടെ നമ്മൾ ഉപ്പിട്ടില്ല, പ്രാർത്ഥനയില്ല, സ്വന്തം കഴിവുകൾ, സാധ്യതകൾ ഉപയോഗിച്ച് ജീവിക്കുന്ന വ്യക്തി. ഇവിടെ വിചാരിക്കുക, പ്രാർത്ഥനയെ മരുന്നാക്കി മാറ്റിയ, പ്രാർത്ഥനയെ ശ്വാസമാക്കി മാറ്റിയ, പ്രാർത്ഥനയില്ലാതെ പറ്റില്ല, ദൈവമാണ് എൻ്റെ ആശ്രയം, ദൈവം ഇല്ലാതെ ഒരു കാര്യവും ഈ ലോകത്തിൽ നേടാൻ പറ്റില്ല, നേടിയതെല്ലാം ഒരു ജീവിതത്തിന് അർത്ഥവും തരില്ല. വചനം പറയുന്നില്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ, നിങ്ങൾ ലോകം മുഴുവനും നേടിയാലും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം, അല്ലേ? മത്തായി 16:26. അതുപോലെ നമ്മൾ കാണും മത്തായി 6:33 കാണും, ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിലേക്ക് വരും, ദൈവം കൊണ്ടെത്തിക്കും. അപ്പം വിചാരിക്കുക, ഈ വ്യക്തി പ്രാർത്ഥനാ ചൈതന്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ വിചാരിക്കുക, ഈ കുഞ്ഞ് മാമോദീശയിലൂടെ ഈശോയെ അപ്പനായി സ്വീകരിച്ച് പള്ളിയോട് ചേർന്ന് പ്രാർത്ഥനാ ജീവിതം, കൂദാശ ജീവിതമൊക്കെ നയിച്ച് വളരുന്ന ഒരു വ്യക്തി. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാം. പാപിയായാലും വിശുദ്ധനായാലും ലോകത്തിലെ സാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നന്മകളും ഒക്കെ രണ്ടു കൂട്ടർക്കും ഉണ്ടല്ലേ. അപ്പോൾ വിചാരിക്കുക, ഇത് അവൻ പള്ളിയിൽ കൂദാശ ജീവിതം നയിക്കുന്നു, ഒക്കെ ശരിയാണ്. ഓക്കെ, അവിടെ തന്നെ ധ്യാനത്തിന് പോകുന്നു, കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തെ കൊണ്ട് നടക്കുന്ന, ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുത്ത് ഒരു സിംഹാസനം ഉണ്ടാക്കി അതിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന വ്യക്തി. ഓക്കെ, ദൈവമില്ലാതെ നമുക്ക് പറ്റില്ല. അങ്ങനെ ചങ്കും ചോരയുമാക്കി നടത്തുന്ന വ്യക്തി. ഓക്കെ, നമുക്ക് മുട്ട ഈ വെള്ളത്തിലേക്ക് ഇടാം. നോക്കിക്കേ, വാവ്, മുട്ടതേ പൊങ്ങിക്കിടക്കുന്നു, കണ്ടില്ലേ? ഇനി ഇപ്പുറത്ത് നോക്കിക്കേ, മുട്ടതേ അടിഭാഗത്ത് കിടക്കുന്നു. ഇത് ആ ജലത്തിന്റെ മുകളിൽ ഉപ്പ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു. മക്കളെ, ഇതിൽ നമുക്ക് ഏതാ വേണ്ടേ? ജീവിതത്തില് നമ്മൾ വളരും തോറും പ്രായം കൂടുമല്ലോ. നമുക്കിപ്പോൾ 5 വയസ്സ്, പിന്നെ ക്രമേണ അത് 10 ആകും, 25 ആകും, 30, 40, 50, 60 വയസ്സ്, 80 വരെ നമ്മൾ എത്താം, അതിൽ കൂടുതലും എത്താം. എന്നാൽ ഇതിൽ നമ്മൾ ഇത് എത്രയായാലും എത്ര വളർന്നാലും താഴ്വാരങ്ങളിൽ, ഇതോ വളരുന്നതിനനുസരിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറി മുകളിൽ വരുന്നു, മുകൾ തട്ടിൽ വരുന്നു. ഇപ്പൊ ഏതാ വേണ്ടേ? ജീവിതത്തിലെ താഴ്വാരങ്ങളിൽ കിടക്കണോ അതോ മലമുകളിൽ കയറണോ? ഉയർന്ന തരത്തിൽ ജീവിക്കണോ? നമുക്ക് വേണ്ടത് ഇതാ, അല്ലേ? നമുക്ക് ഉപ്പുരസത്തിൽ തമ്പുരാന്റെ ഉപ്പിലൂടെ, തമ്പുരാന്റെ ഗുണഗണങ്ങളിലൂടെ, കൃപയിലൂടെ വളർന്ന് അഭിഷേകം പ്രാപിച്ച് മുകളിൽ വരണം. ഓക്കെ, അപ്പൊ നമുക്കിത് വേണം. ഇങ്ങനെ വളർന്ന, ദൈവത്തെ കൂട്ടുപിടിച്ച് പടർന്ന് പന്തലിച്ച, അവരിന്ന് മണ്ണോട് മണ്ണ് ചേർന്നു. ഓക്കെ, അവർ ലോകത്തില്ല, പക്ഷെ ഇന്നും അവരുടെ നാമം പറഞ്ഞാൽ ഇന്ന് ജനിച്ചു വളർന്ന പിള്ളേർക്ക് കുറെ അറിയാം, ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ചറിയാം. ഓക്കെ, പരിചയപ്പെടാം. അങ്ങനെയുള്ള 3 വ്യക്തിത്വങ്ങൾ പ്രാർത്ഥനയെ ശ്വാസമാക്കിയ, പ്രാർത്ഥനയിൽ ദൈവത്തെ കണ്ടെത്തിയ വലിയ മനുഷ്യർ. ഓക്കെ, നമുക്കൊക്കെ ബൈബിൾ ഉണ്ടോ വീട്ടിൽ? ബൈബിൾ എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒന്നിച്ചെടുക്കാം. ആദ്യം നമുക്ക് അത് 51 സങ്കീർത്തനം എടുത്താലോ? 51 സങ്കീർത്തനത്തില് ഒരു രാജാവിനെ പറ്റിയാ പറയുന്നത്. സങ്കീർത്തനം എഴുതിയത് ആരാ? സങ്കീർത്തനം പറയുമ്പോൾ ആരെയാ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത്? ദാവീദാണ്, അല്ലേ? ദാവീദ് 51 സങ്കീർത്തനം 10ഉം 11ഉം ഒക്കെ ആ വചനങ്ങളിലേക്ക് ഒന്ന് നോക്കിക്കേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ആരാ? ഒരു രാജാവിന്റെ പ്രാർത്ഥനയാ.
രാജാവിന് മക്കളെ എന്തിനെങ്കിലും കുറവുണ്ടോ? രാജാവിന് സുന്ദരിമാരായ ഭാര്യമാരുണ്ട് അല്ലേ? ദാവീദിന്റെ ഭാര്യ സുന്ദരിയായിരുന്നു. ഓക്കെ, ഒന്നല്ല കൂടുതൽ ഭാര്യമാരുണ്ട്, അവരൊക്കെ നല്ല സുന്ദരിമാരായിരുന്നു. 2 മക്കള് അതിൽ ഒരാളെ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ആരാ? സോളമൻ ദാവീദിന്റെ പുത്രനാണ്. അതുപോലെ അബ്സലോം സൗന്ദര്യവും മസിലും ഉള്ള ശാരീരികമായിട്ടൊക്കെ ഇങ്ങനെ എറിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്സലോം. സൗന്ദര്യമുള്ളവനാണെന്ന് ബൈബിളിൽ പറയുന്നു. സമ്പത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, പുള്ളിക്ക് രാജാവിന് എല്ലാം ഉണ്ട്. സൈന്യത്തിന്റെ പ്രശ്നമുണ്ടോ? ഒരാവശ്യം വന്നാൽ അദ്ദേഹം ചെയ്യാതെ തന്നെ പലരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് അല്ലേ? രാജാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ കല്ലിനെ തന്നെ പിളർക്കും. അത്രയും പവറുള്ള, ലോകത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കാൻ ശേഷിയുള്ള ഒരു രാജാവിൻ്റെ പ്രാർത്ഥനയാണ് ഇത്. 51 സങ്കീർത്തനം 10-11. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഇനി അടുത്ത പ്രാർത്ഥന ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ഒരു രാജാവ് ഒരു കൊച്ചിനെ പോലെ എളിമയോടുകൂടി ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. മക്കളെ, ഒരു രാജാവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണെങ്കിൽ അത്രത്തോളം വളരാത്ത നമ്മളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ഓക്കെ, നമ്മുടെ ശബ്ദവും നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഒരു രാജാവ് ദൈവത്തെ കൂട്ടുപിടിച്ചതിന് ഉദാഹരണമല്ലേ? ഈ രാജാവ് നേടാത്തത് എന്തെങ്കിലും ഉണ്ടോ? ബൈബിളിൽ പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മകനാണ് ദാവീദ്. ഈശോ ജനിച്ചത് ഏത് വംശത്തിലാണ്? ദാവീദിൻ്റെ അല്ലേ? ദാവീദിൻ്റെ വംശത്തിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബൈബിളിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. കാഴ്ചയില്ലാത്ത ചേട്ടൻ പ്രാർത്ഥിച്ച് കാഴ്ച പ്രാപിച്ചില്ലേ? ഓക്കെ, അപ്പം ദാവീദ് പ്രാർത്ഥന ശ്വാസം പോലെ ആക്കിയത്, പ്രാർത്ഥന കൊണ്ട് നടന്ന് മനുഷ്യൻ പ്രാർത്ഥിച്ച് ദൈവത്തെ അനുഭവിച്ച മനുഷ്യൻ. ഇനി നമുക്ക് ഒരാളും കൂടെ എടുക്കാം. ആരാ? 1 ദിനവൃത്താന്തം 4:10 യാബസിന്റെ പ്രാർത്ഥന. 1 ദിനവൃത്താന്തം 4:10 പറയുന്നുണ്ട്, യാബസ് ആരാ? യാബസ് ശരിക്കും പറയാം മക്കൾ, നമുക്ക് ചേട്ടന്മാര് അനിയന്മാര് ഒക്കെ ഇല്ലേ? ഒരു വീടെടുത്താൽ അവിടെ ചിലപ്പോൾ 2 മക്കള് 4 മക്കള് അങ്ങനെ കാണും. അപ്പോൾ ഈ മകൻ യാബസ് കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ്. ഇവന് ഭയങ്കര സ്ഥാനം കുറവായിരുന്നേ. ചേട്ടന്മാരൊക്കെ ഭയങ്കര സെറ്റപ്പാണ്, ചേട്ടൻ ചേച്ചിയൊക്കെ ഓക്കെയാണ്, ഇവൻ അത്ര ശരിയല്ല, പോരാന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. യാബസിന്റെ പേര് തന്നെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉള്ളതാണ്. വേദനയോടെ പ്രസവിച്ചവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം സുനിത അല്ലേ? സുനിത എന്ന് പറയുമ്പോൾ സിസ്റ്റർ തന്നെ നസു, നല്ലത് നീ നിനക്ക് തരുന്നത്, മറ്റുള്ളവർക്ക് നല്ലത് കൊടുക്കുന്നവളാരോ അവൾ സുനിത. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. സുനിത സ്പെല്ലിംഗ് പറഞ്ഞ SUNITH, സൺ SUN. അപ്പം ഒരു സൺ, ഒരു സൂര്യൻ, വലിയ പ്രകാശം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് സുനിത. അങ്ങനെയൊക്കെ നമുക്ക് പല മീനിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ യാബസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വേദനയോടെ പ്രസവിച്ച് അല്ലേ? ഭയങ്കര മോശമല്ലേ? അപ്പോൾ ആ പേര് തന്നെ, അവൻ്റെ പേര് നമ്മുടെ കൂടെ ഉള്ളതാണ്, മരണം വരെ ഉള്ളതാണ്. ഈ പേര് തന്നെ വേദന കൊടുക്കുന്നത്. അപ്പം ഈ യാബസ് സ്വർഗത്തിലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എങ്ങനെയാ? 4:10 1 ദിനവൃത്താന്തം 4:10. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ലോകത്തിന്റെ മുമ്പിൽ 0 അവൻ്റെ പേര് തന്നെ പോക്കുകേസാ. അപ്പം അവൻ പറയണ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, 2 എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെറുതായിരുന്നു പോരാ, വളരും തോറും ഞാൻ വലുതാകണം, എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അടുത്തത്, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പ്രാർത്ഥന തീർന്നു. ഓക്കെ, 4 കാര്യങ്ങൾ ചോദിച്ചു. അനുഗ്രഹിക്കണം, കരം കൂടെ ഉണ്ടാകണം, വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണം, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. ഓക്കെ, പ്രാർത്ഥനയുടെ അവസാനം എന്താ? അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം ഉത്തരം കൊടുത്തു. അപ്പൊ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. കുറച്ച് കാലതാമസം എടുത്താലും തമ്പുരാൻ ബെസ്റ്റ് നിനക്ക് എനിക്കും തരും. അതാണ് പ്രാർത്ഥനയുടെ ബലം. ഓക്കെ, അപ്പൊ യാബസ് പിന്നെ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, അവൻ ബഹുമാന്യനായി മാറി, പ്രീതിയും കീർത്തിയും ഉള്ളവനായി മാറി. അപ്പോൾ കണ്ടോ, പ്രാർത്ഥന നമ്മുടെ വെള്ളത്തിൽ ഉപ്പിട്ടപ്പോൾ സാധാരണഗതിയിൽ താഴ്ന്നു കിടക്കേണ്ട മുട്ട കയറി വന്ന് പൊക്കത്തി വന്നതുപോലെ മക്കളെ, പ്രാർത്ഥന
ഭക്ഷണമായി കഴിച്ച് ജീവിതത്തിൽ കയറി വന്നവനാണ് വീണ്ടും യാബസ്. ഇനി ഒരാളെയും കൂടി കണ്ടാലോ? ഓക്കെ, നമുക്ക് മൊർദെക്കായി കേട്ടിട്ടുണ്ടോ? എസ്തറിന്റെ പുസ്തകം എടുത്താൽ നമുക്ക് മനസ്സിലാവും. 13-ാം അധ്യായം 17-ാം തിരുവചനത്തിന്റെ 2-ാം ഭാഗം. ഓക്കെ, ഏതാ? എസ്തർ 13-17-ാം തിരുവചനത്തിന്റെ ലാസ്റ്റ്. ഉദാഹരണത്തിന് ഈ മൊർദെക്കായി ആരെന്നറിയാവോ? അഹസ്വേരോസ് രാജാവ് ഈ യഹൂദരെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അവരെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റണം എന്ന് വിചാരിച്ച് പ്ലാനും പദ്ധതികളൊക്കെ ഇടുമ്പോൾ എസ്തർ വരുന്നു. അപ്പോൾ അതിലൊരു മന്ത്രിസ്ഥാനമായിരുന്നു, കൊട്ടാരത്തിൽ ഒരു നല്ലൊരു സ്ഥാനം പദവി വഹിക്കുന്ന വ്യക്തിയായിരുന്നു മൊർദെക്കായി. അപ്പോൾ എന്നാ രാജാവ് ഉത്തരവിട്ടാൽ തീർന്നില്ലേ? ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. അയാൾ ഇന്ന ദിവസം ഇവരെല്ലാം തട്ടിക്കളയണം, കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതാണ് അതിൻ്റെ രീതി. പക്ഷെ ഇവിടെ മൊർദെക്കായി അവൻ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ വിലാപങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത മുഴുവൻ മരണം മുന്നിൽ കണ്ട് ജീവിക്കാണ്. നാളെ തല പോകും, ഈ ലോകം സമ്പാദിച്ചതും മക്കളും എല്ലാം നഷ്ടപ്പെടും, തീരും. അങ്ങനെ അതും ഒരു രാജാവാണ് പ്രഖ്യാപിച്ച് എഴുതി മോതിരം കൊണ്ട് ഒപ്പിട്ട് സീലും സിഗ്നേച്ചറും ഇട്ട് രാജ്യത്തിൻ്റെ ഉടനീളം ഈ മുദ്രപത്രം കൊടുത്ത് എല്ലാ സേവകരും സൈന്യം റെഡിയായി നിൽക്കുവാണ് പറയുന്ന ദിവസം കൊല്ലാൻ. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഞങ്ങളുടെ വിലാപങ്ങളെ ഉത്സവമാക്കി മാറ്റണമേ. വിലാപം എങ്ങനെയാ മക്കളെ? എല്ലാം നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെയല്ലേ ഇരിക്കും, ദൈവമേ എല്ലാം തീർന്നു. ഉത്സവമാണെങ്കിൽ ആ സന്തോഷം ഇങ്ങനെയല്ലേ നമ്മളെ സന്തോഷ പ്രകടനം. ഓക്കെ, അപ്പം നമ്മളെ വിലാപം ഉത്സവമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. നമ്മൾ ജീവിക്കണം. എന്തിനാ? ദൈവത്തിന് സ്തുതി പാടി ജീവിക്കണം. അപ്പോൾ ക്രമേണ നമ്മൾ ഇതിൻ്റെ അവസാനം കാണും. എസ്തർ രാജ്ഞിയിലൂടെ ദൈവം ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും രക്ഷിക്കും. ഓക്കെ, അവരുടെ ഒരു മുടിയിൽ പോലും ഒരു പോറൽ പോലും പറ്റാതെ ദൈവം അവർക്കൊന്ന് ആ നിയമം മാറ്റും. രാജാവ് അത് തിരുത്തി കുറിക്കും. അവരൊന്നും നഷ്ടപ്പെടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം സിസ്റ്റർ എത്ര പേരുടെ കഥയാ പറഞ്ഞു തന്നെ? 3 പേരെ. ഒരു രാജാവ് ലോകത്തിലെ എല്ലാ സാധ്യതകളുണ്ടെങ്കിലും അദ്ദേഹം ആശ്രയിച്ചത് പട്ടാളത്തെ അല്ല, സൈന്യത്തെ അല്ല, പിന്നെ തോക്കിനെയും വടിവാളും ഒന്നിനെ അല്ല, അല്ലെങ്കിൽ സമ്പത്തും സ്ത്രീയും ഒന്നുമല്ല. ആ രാജാവ് ആശ്രയിച്ചത് ദൈവത്തെ. ദൈവമേ, പ്രാർത്ഥന എങ്ങനെയായിരുന്നു മക്കളെ? ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നൽകണമേ, അചഞ്ചലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. അതല്ലേ പ്രാർത്ഥന, ഒരു രാജാവിൻ്റെ പ്രാർത്ഥന. അപ്പം നമ്മൾ രാജാവിനെ പോലെ ഉയരാൻ വളരാൻ ഏറ്റവും നല്ല മാർഗം, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് മാർഗം കൈകൊപ്പി അപ്പാ എനിക്ക് നീയേ ഉള്ളൂ, ആ ഒരു നെടുവീർപ്പ് പ്രാർത്ഥന ഉണ്ടാകും. ഓക്കെ, ഇനി രണ്ടാമത്തത് ആരുടെ കഥ പറഞ്ഞത്? മൊർദെക്കായി നമ്മൾ ലാസ്റ്റ് കണ്ടത്, ദൈവമേ എൻ്റെ വിലാപം, എനിക്ക് പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, ഇതൊക്കെ നീ ഒരു ഉത്സവമാക്കി മാറ്റണമേ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ദൈവം കേട്ടു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഇനി സിസ്റ്ററുടെ കഥയാണ് പറഞ്ഞു തന്നത്. എസ്തർ പറഞ്ഞു, മൊർദെക്കായി പറഞ്ഞു, പിന്നെ ആരാണ് സിസ്റ്റർ വിട്ടുപോയല്ലോ? യാബസ്. ഓക്കെ, യാബസിൻ്റെ കഥ. യാബസ് പ്രാർത്ഥിച്ചത് എങ്ങനെ? വീട്ടിലെ ഏറ്റവും ഇളയത്, ഉപേക്ഷിക്കപ്പെട്ട പരിഗണിക്കാത്ത വ്യക്തി പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടൊപ്പം ഉണ്ടാകണമേ, വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഇസ്രായേലിൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടു. കണ്ടില്ലേ? ഇതാ നമ്മുടെ ലെവല് മാറും, റേഞ്ച് മാറും, റൂട്ട് മാറും, നമ്മുടെ ജീവിത രീതി തന്നെ മാറും. അപ്പോൾ മക്കളെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. ലോകം തരാത്തത് പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് ജീവിച്ചു തീർക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.